ഇന്ന് നാം പരിചയപ്പെടുന്നത് ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകളെക്കാൾ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന കഴിവുകള് ഏതൊക്കെ രീതിയിൽ കണ്ടെത്താൻ സാധിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഈ സഞ്ജു സാംസൺ ആയിക്കോട്ടെ, IM വിജയൻ ആയിക്കോട്ടെ, സച്ചിൻ തെണ്ടുൽക്കർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമൽഹാസൻ ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ നമ്മൾ പറയും ഒരു പക്ഷെ അവര് അഭ്യസ്ത വിദ്യരല്ല, അതായത് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ കുറവായിരിക്കും. പക്ഷെ അവർ ജീവിതത്തിൽ ഒരു ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ആളുകളാണ്, സെലിബ്രിറ്റികളായിരിക്കും. എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്? അവരവരുടെ കഴിവുകളെ കണ്ടെത്തി അല്ലെങ്കിൽ കഴിവുകൾ കണ്ടെത്താനായിട്ട് ചില ആളുകൾ മുഖേന അവർക്ക് ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. നാം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ കഴിവുകളെ കണ്ടെത്താനായി, നമ്മുടെ നോളജിനെ ഡെവലപ്മെന്റ് ചെയ്യാനായി, നമ്മുടെ സ്കില്ലിനെ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ഒരു വഴി ഉണ്ടെങ്കിൽ ആ വഴി നമ്മൾ ആരെങ്കിലും തടയുന്നു. ഇന്ന് ആ വഴിയെ പറ്റി, അതിന്റെ സാധ്യതകളെ പറ്റി, അനന്തമായ സാധ്യതകളെ പറ്റി നമ്മളുമായി സംസാരിക്കുന്നത് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിന്റെ ഫൗണ്ടറായ പ്രക്ഷോഭ് ചന്ദ്രൻ എന്ന നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മിസ്റ്റർ സുനിൽ. ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, എന്താണ് ഇന്റർനാഷണൽ സ്കിൽ ക്ലബ്? ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ജീവിതത്തിൽ മാറ്റം വരേണ്ടവർ, അത് സാമ്പത്തികമായിക്കോട്ടെ, സാംസ്കാരികമായിക്കോട്ടെ, ദൈവികമായിക്കോട്ടെ, എന്ത് വേണമെങ്കിലായിക്കോട്ടെ, ഒരു മാറ്റം വരേണ്ട വ്യക്തികളുടെ കമ്മ്യൂണിറ്റിയാണ് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്. പ്രധാനമായും ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലാണ്. അതായത് 9നും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലാണ്. എന്തുകൊണ്ടാണ് ആ ഏജ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം എന്തെന്നാൽ, ശരീരത്തിലും മനസ്സിലും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ്. മിക്ക കുട്ടികൾക്കും കൺഫ്യൂഷൻ സ്റ്റേജിലുള്ള കുട്ടികളാണ് മിക്കവരും. അപ്പോൾ ഈ സമയത്താണ് അവർക്ക് വേണ്ട എക്സ്പീരിയൻസസ് കൊടുക്കേണ്ട സമയം. എല്ലാ വ്യക്തികളും സ്വന്തം ജീവിതത്തിൽ ചെറുതും വലുതുമായുള്ള വിജയം താല്പര്യപ്പെടുന്നവരാണ്, അല്ലേ? ഈ വിജയങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നതെന്ന് അറിയാമോ? ഈ വിജയം എത്തുന്നത് സാധാരണയായിട്ട് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന്, ബൈ ലക്ക്, ദൈവികമാണെന്ന് പറയുന്നത്, സ്പിരിച്വലാണ്. ദൈവികം എന്ന് പറയേണ്ടത് നമുക്ക് സ്പിരിച്വലാണ്. ബൈ ലക്കാണ് ചിലപ്പോൾ വരുന്നത്. പക്ഷേ 99% വരുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്, അനുഭവങ്ങളിലൂടെ, എക്സ്പെരിമെൻറ്റിലൂടെയാണ്, പരീക്ഷണങ്ങളിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഈ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ഓരോ തലമുറയെ എടുത്തു നോക്കാം, അല്ലേ? ഇപ്പോൾ ഒരു 4 തലമുറ മുമ്പുള്ള രക്ഷിതാക്കൾ, ആ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ എന്തിനു വേണ്ടിയായിരുന്നു പണിയെടുത്തത്? 3 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ശരിയല്ലേ? അതിനുശേഷമുള്ള തലമുറ ഒരു പറമ്പ്, ഒരു വളപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതിലൊരു കൂര വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനുശേഷമുള്ള തലമുറ, അതായത് നമ്മളുടെയൊക്കെ അച്ഛന്മാരുടെ തലമുറ, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ 3 തലമുറയിലുള്ള ആളുകൾക്കും ആ ചെയ്യുന്ന ലക്ഷ്യം, അതാണ് അവരുടെ ലക്ഷ്യം, അല്ലേ? ആ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്. നമ്മൾ എന്തിനാണ് പണിയെടുക്കുന്നറിയിക്കും. ഇപ്പോൾ ഐ എം അറ്റ് 40, യു ആർ ഓൾസോ ഇൻ 40, അല്ലേ? നമ്മൾ ഒരു രക്ഷിതാക്കളാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? 3 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണോ? അല്ല, നമ്മൾ പണിയെടുക്കുന്ന ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു എസ്റ്റീം നീഡ്സിലുള്ള ആൾക്കാരാണ്. അതായത് മാഷ്ലോസ് തിയറി ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത്, ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, വെള്ളം, ബേസിക് നീഡ്സാണ്. അതിനുശേഷം അവരുടെ സേഫ്റ്റി നീഡ്സ് വരാം, സൈക്കോളജി നീഡ്സ് വരും. അതിനുശേഷമാണ് എസ്റ്റീം നീഡ്സിലേക്ക് എത്തുന്നത്. നമ്മൾ എസ്റ്റീം നീഡ്സിലുള്ള ആൾക്കാരാണ്. ഒരു ഫോണുണ്ട്, ഐഫോൺ വാങ്ങിക്കണം. ഒരു കാറുണ്ട്, കുറച്ചും കൂടി വലിയ കാർ വാങ്ങിക്കണം. ഒരു വീടുണ്ട്, കുറച്ചും കൂടി പുതുക്കി പണിയണം. ഒരു പൂന്തോട്ടം വയ്ക്കണം. പക്ഷെ നിങ്ങൾ നോക്കൂ, അടുത്ത തലമുറ, ഇപ്പൊ ജനിച്ചു കൊണ്ടിരിക്കുന്ന തലമുറ, അല്ലെങ്കിൽ ഇപ്പൊ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെയുള്ള കുട്ടികളുള്ള തലമുറ, അവർക്ക് 24 മണിക്കൂറും എന്റർടൈൻമെന്റ് കിട്ടാനുള്ള ഒരു മാധ്യമമുണ്ട്, ഇന്റർനെറ്റ്, ഫോൺ.
2 നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, വീട്, കാറ്, ബൈക്ക് എല്ലാതും, ഈവൻ പോക്കറ്റ് മണി വരെ പോലും ആയി. നമ്മളുടെ ചെറുപ്പത്തിൽ ഇതാണോ ആയിരുന്നത്? ഈ കുട്ടികൾ അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലാണുള്ളത്. അവർക്ക് എസ്റ്റീം നീഡ്സ് പോലും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളും കണ്ടിരിക്കാം ഒരു പക്ഷേ. 30,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടായാൽ പോരാ ജീവിക്കാൻ എന്നൊരു പെൺകുട്ടി പറയുന്നത് കേട്ടു. ആ വീഡിയോന്റെ താഴെ പലരും നെഗറ്റീവായിട്ടും ചിലർ പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ കണ്ടു. ആ കുഞ്ഞിന്റെ ജീവിതാഭിലാഷം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ആവശ്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് 40 രൂപയ്ക്കോ 20 രൂപയ്ക്കോ കിട്ടും അല്ലേ? അമേരിക്കയിൽ അതങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അവിടെ ഒരു പക്ഷേ കുറച്ചും കൂടെ എമൗണ്ട് ചിലപ്പോൾ കൊടുക്കണം, 200-300 രൂപ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ കുഞ്ഞിന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പക്ഷേ 30,000 രൂപ പോരാതെ വരാം. അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലേ ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്? നിങ്ങളെയും എന്നെയും മുന്നോട്ട് നയിക്കുന്ന ആഗ്രഹങ്ങളല്ലേ? അപ്പൊ അടുത്ത തലമുറയുടെ ആഗ്രഹം എന്താ? മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അതിനൊരു അന്ത്യമില്ല ശരിക്ക്, അല്ലെ? സമാധാനം അല്ലെങ്കിൽ മനസ്സിന്റെ ആഗ്രഹങ്ങൾ തീർച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സിന്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് ഈ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് കൊണ്ട് പറയുന്നത്, അല്ലെ? ഒരു പക്ഷേ എൻ്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയ ബെൻസിൽ കാറിൽ പോകുന്നതായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്റ്റേജിന്റെ മുമ്പിൽ 10,000 പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കാം. ഈ 2 കാര്യങ്ങളും കൊടുക്കുന്നത് 2ഉം സാറ്റിസ്ഫാക്ഷനാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അളവ് തൂക്കം ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ഇവിടെ അടുത്ത തലമുറയിലേക്ക് വേണ്ട അടുത്ത തലമുറയുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആക്ച്വലി ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ അവർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ കുഞ്ഞിനും ഓരോ കഴിവുകൾ ഉണ്ടായിരിക്കും, അല്ലെ? നിങ്ങൾക്കും എനിക്കും ഒക്കെ ഓരോ കഴിവുകൾ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ഒരു പക്ഷെ ചിലർ അത് എത്തപ്പെട്ടിരിക്കാം. നമ്മൾ പഠിച്ച വിഷയങ്ങളിലല്ല നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം. അപ്പോൾ ഈ കുട്ടികളുടെ കഴിവുകൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ 15 വയസ്സിന് മുമ്പ് അച്ഛനമ്മമാര് ബഹുമാനിക്കുന്ന ഒരു പൊസിഷനിലെത്താൻ അവർക്ക് സാധിക്കും. അങ്ങയുടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞ മാതിരി ഈ പറഞ്ഞ വ്യക്തികൾ, ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ, ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ ആരുമായിക്കോട്ടെ, നമ്മൾ സമൂഹത്തിലേക്കൊന്ന് നോക്കൂ. ജീവിതത്തിൽ വിജയിച്ച വ്യക്തികൾ നോക്കൂ. അവര് 10ാം ക്ലാസ്സിലത്തെ വലിയ മാർക്ക് കൊണ്ടാണോ അവർ വിജയിച്ചിട്ടുള്ളത്? ഇപ്പൊ റീസെന്റ് വേടൻ എന്ന് പറഞ്ഞ ഒരാളുടെ കുറച്ച് കവിതകളും പാട്ടുകളൊക്കെ വന്നു, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ വേടന്റെ നമ്മളത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ശരി, വേടൻ വിജയിച്ചൊരു വ്യക്തിയാണ്, അല്ലെ? എന്നേക്കാളും നിങ്ങളെക്കാളും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മേഖല കണ്ടെത്തി ആ മേഖലയിൽ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്ന് അതിനെ പ്രാക്ടീസ് ചെയ്ത് അത് ലോകത്തോട് വിളിച്ചു പറയേണ്ട രീതിയിൽ വിളിച്ചു പറഞ്ഞപ്പോഴാണ് വേടൻ വിജയിച്ചത്. ഇങ്ങനെയല്ല ഒരു സക്സസിന്റെ ഫോർമുല. അപ്പൊ ആദ്യം നമ്മളുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. രണ്ടാമത് ഈ കഴിവുകളിൽ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവതാരകനായ താങ്കൾ ഈ അവതാരക മേഖലയിൽ എന്തൊക്കെയാണ് കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കണം, ശരിയല്ലേ? അതിനുശേഷം പുതിയൊരു വഴി നിങ്ങൾ കണ്ടെത്തണം. ഒരു പക്ഷെ തല കുത്തി നിന്ന് അവതരിപ്പിക്കുന്നതാകാം, ശരിയല്ലേ? ആ വഴിയിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവണം. അത് മാത്രം മതിയോ? ഇത് ലോകത്തോട് വിളിച്ചു പറയാനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കുമോ? ഇതെന്താണ് നിങ്ങൾ ഈ ഇവരുടെ എങ്ങനെ അവതരിപ്പിക്കുക, ഇവരുടെ എന്താ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ക്ലാസ്സിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. ശരി. എങ്ങനെയാണ് ഇതിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്? ഇത് ഒരു ക്ലബ് ഫോർമാറ്റിലാണ് പോകുന്നത്. 50-100 കുട്ടികളുള്ള ഒരു ക്ലബ്ബാണ്. 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമുള്ള കുട്ടികൾ ഒരു ക്ലബിൽ വരാം. ഈ കുട്ടികൾക്ക് ഒരു വർഷം 12 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ് ലെവൽ 1 എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഞങ്ങൾക്ക് മറ്റുള്ള കോഴ്സുകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, അത് സാധാരണ കോഴ്സുകൾ പോലുള്ള കോഴ്സുകളാണ്. ഈ ലെവൽ 1 പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 3 ഭാഗങ്ങളാണുള്ളത്. പഠിക്കുന്ന വിഷയങ്ങളിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കുന്ന ട്യൂഷൻ മേഖല, അല്ലെങ്കിൽ ട്യൂഷൻ സെഷൻ എന്ന് നമുക്കതിനെ പറയാം. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 1 മണിക്കൂർ നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. ഈ ക്ലബിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ 50-100 പേരടങ്ങുന്ന ഒരു ക്ലബിന് ഒരു ദീദി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബിഗ് ബ്രോ ഉണ്ടായിരിക്കും.
ഈ ദീദിയും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ ദീദിയും കുഞ്ഞുങ്ങളുടെ പേരൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ ക്ലബിന്റെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കമ്മ്യൂണിക്കേഷനിൽ ഒരു കുഞ്ഞ് പരീക്ഷയിൽ മാർക്ക് നേടാതിരിക്കുന്നതിന്, പഠിക്കാൻ സാധിക്കാത്തതിന് ഒരു കാരണമുണ്ടാകും. ഒരു കാരണം ഞാൻ പറയാം. 4 തരം പഠന ശൈലികളാണുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ 4 തരം ശൈലികളാണുള്ളത്. അതിനെ വാർക്ക് ടെസ്റ്റ് എന്ന് പറയും. വിഷ്വൽ, ഓഡിറ്ററി, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് കൈനസ്തെറ്റിക്. ചില ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും, ചില ആൾക്കാർക്ക് കേട്ടാലാണ് മനസ്സിലാക്കുക, ചില ആളുകൾക്ക് എഴുതി പഠിച്ചാലാണ്, എഴുതി വായിച്ചാലാണ് മനസ്സിലാക്കുക, ചില ആൾക്കാർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മനസ്സിലാക്കുക. 50 or 100 പേരിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഒരേ രീതിയിലായിരിക്കും. ഈ ഒരേ രീതിയിൽ അത് സ്വീകരിക്കാനുള്ള കഴിവ് കുഞ്ഞിനില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുണ്ടായിരിക്കും. ചിലപ്പോൾ കൈനസെറ്റിക് ആയിരിക്കാം കുട്ടി, അല്ലെങ്കിൽ ലൈക്ക് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിരിക്കാം. അപ്പൊ ഏത് തരത്തിലാണ് ഈ കുട്ടിയുടെ കഴിവിനനുസരിച്ചിരിക്കും ടീച്ചർ പറഞ്ഞു തരുന്നത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാർഗം. ഒന്ന്. രണ്ടാമത്, ഈ പഠിക്കുന്നത് എന്തിനാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാം. സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതെന്താ സംഭവം? ആ പിടിയില്ലാത്ത സംഭവത്തിന് എന്തിനാണ് നിങ്ങൾ പഠിച്ചത്? ചോദ്യമാണ് അല്ലെ. പൈത്തഗോറസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈവൻ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്. മടക്ക് പർവ്വതം, സഹ്യപർവ്വതം, മെക്കൽ മണ്ണ്, ചുവന്ന മണ്ണ്, കരിമണ്ണ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. വീടിന്റെ മുമ്പിലുള്ള മണ്ണേതാ അറിയില്ല. ശരിയല്ലേ? അപ്പോ പഠനത്തിനും പ്രവർത്തിക്കും തമ്മിൽ, അതായത് റിയൽ ലൈഫ് എക്സ്പീരിയൻസസും സ്കൂൾ ബേസ്ഡ് എഡ്യൂക്കേഷനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഇവിടെയുണ്ട്. ഇത് മനസ്സിലാകാതെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കി പഠിപ്പിക്കാം. ഒന്ന്, ഈ കുട്ടിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. 2, കുട്ടിക്ക് എന്തിനാണ് പഠിക്കുന്നതെന്നുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. 3, ഈ കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ദെൻ കുട്ടിക്ക് സെൽഫ് ലേണിംഗ് പറ്റും. അപ്പൊ ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിൽ സ്റ്റുഡൻറ് ലെഡ് ക്ലാസ്സസ് പോലുണ്ട്. ഞങ്ങളുടെ ഇനീഷ്യലുള്ള ട്യൂഷൻ പ്രോഗ്രാമിൽ ഈ കുഞ്ഞിനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഐക്യു ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സ്കിൽ ലെവലാണ്. ഐക്യു ടെസ്റ്റിംഗ് ഇല്ല ഇവിടെ വരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നോളജ് അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഐക്യു ആണ് ഞങ്ങൾ പ്രധാനമായിട്ടും എടുക്കാറ്. പക്ഷെ ഐക്യു ടെസ്റ്റ് അല്ല ഇനീഷ്യലി ചെയ്യുക. വാർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റാണ്, ഈ ലേണിംഗ് എബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ ചില ആളുകൾ കേൾക്കുന്നതായിരിക്കും, കാണുന്നതായിരിക്കും. അപ്പൊ ഈ അവരെ തരം തിരിച്ചിട്ടാണ് ക്ലാസ്, അല്ലെങ്കിൽ അവരെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർക്ക് പ്രത്യേക ക്ലാസ് കൊടുക്കുമോ, അല്ലെങ്കിൽ? ഓക്കെ, നല്ല ചോദ്യമാണ് അത്. ഈ വാർക്ക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റി മനസ്സിലാക്കും. ഈ മനസ്സിലാക്കിയത് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി ഞങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് കോച്ചസിനെ മനസ്സിലായി പറയും. ഇവരാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻസ് എടുക്കുന്നത്. അപ്പൊ ഈ ടീച്ചേഴ്സിന്റെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഈ കുട്ടികൾക്ക് കിട്ടും. അടുത്തൊരു 10ഓളം ക്ലാസ്സോടുകൂടി കുട്ടി സ്വയം പഠിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് ലെവൽ 1 പ്രോഗ്രാമിൽ പേരന്റിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു പേരന്റൽ അസസ്മെന്റ് കൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ചില കുട്ടികളുടെ വീട്ടിൽ പഠിക്കാൻ സാധിക്കാത്തത് പേരന്റിന്റെ കാരണം കൂടെ കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പേരന്റും കൂടെ ഇതിനോട് സഹകരിക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. 24 മണിക്കൂറില്ലേ, അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കോൺഷ്യസ് ആയിട്ട്, അതിൻ്റെ വ്യത്യാസമുണ്ട്. കോൺഷ്യസ്നെസ് പറയുന്നത് ഈ കുട്ടി എന്തായിരുന്നു അന്നത്തെ ക്ലാസ്സിലെടുത്ത വിഷയങ്ങൾ, എന്തായിരുന്നു ക്ലാസ്സിൽ പറഞ്ഞത്, കൂട്ടുകാരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, ഇന്നത്തെ പ്രോഗ്രാം എന്തായിരുന്നു, കുട്ടി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് ചോദിച്ചിരിക്കണം. ഒരു 30 ദിവസത്തെ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഒരു പക്ഷേ പേരൻറ്റിന് കൊടുക്കാം, ആവശ്യമുള്ള പേരൻറ്റിന് കൊടുക്കാം. അപ്പോൾ ആ പേരൻറ്റ് കുറച്ച് സമയം, അവരുടെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയം ഈ കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 15 വയസ്സിന് മുമ്പ് നിങ്ങളുടെ കുട്ടി മിടുക്കരായി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ വരും. ട്യൂഷൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി വരുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെഷനാണ് വരുന്നത്. 2ാമത്തെ ഭാഗം വരുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയ ആണ് വരുന്നത്. MIT മൾട്ടിപ്പിൾ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഇവിടെ ഹാർവാർഡ് ഗാർണറുടെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിൽ പറയുന്നത് 8 തരം ഇൻ്റലിജൻസ് ആണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ മ്യൂസിക് ആവാം, ലോജിക്കലാകാം, ലൈക്ക് ഫിസിക്കലാകാം, അങ്ങനെ 8 തരം കഴിവുകളുണ്ട്. ഒരു കുട്ടി ഏത് മേഖലയിലേക്കാണ് അവൻ്റെ ഇൻബോൺ സ്കിൽസ്, ജന്മന കിട്ടുന്ന കുറേ കഴിവുകളുണ്ട്. അത് മനസ്സിലാക്കാൻ
ഉള്ള സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ഇത് ഏകദേശം മൂന്നാമത്തെ 4ാമത്തെ മാസത്തിലാണ് ഞങ്ങൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ടായിരിക്കുക. അത് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞ് ഏതിലേക്കാണ് ഇൻബോൺ സ്കിൽസ് ഉള്ളത്. ഇൻബോൺ സ്കിൽസ് മാത്രം പോരാ, ഇതിൽ ജീവിത സാഹചര്യം, ഇൻബോൺ സ്കിൽസിനെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, കോൺഫിഡൻസ്, സെൽഫ് ബിലീഫ്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് കൂടെ വിജയത്തിലേക്ക് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത 12 അല്ലെങ്കിൽ 10 മാസക്കാലത്തോളം ഉള്ള വിവിധ പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാമുകളെന്ന് ഞങ്ങൾ വിശദമായിട്ട് പറയാം. ഒന്ന് വരുന്നത് എല്ലാ ആഴ്ചയിലും വരുന്ന ക്യുസോ ഡിബേറ്റോ പോലുള്ള പ്രോഗ്രാമുകളാണ്. 2 കരിയർ, ഇപ്പോൾ നിലനിൽക്കുന്ന കരിയറുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കരിയറുകളാണ് ലോകത്തിൽ വരാൻ സാധ്യത, ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളുടെ കരിയറുകൾ എന്തൊക്കെയാണ്, ശമ്പളം എന്തൊക്കെയാണ്, ഇതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഈ പ്രോഗ്രാമിൽ. 3ാമത് മെഡിറ്റേഷൻ എന്ന പ്രോഗ്രാമാണ്. നമ്മളുടെ ശരീരത്തിന് കുറേ കഴിവുകളുണ്ട് അല്ലേ, പലതരം കോശങ്ങളാലാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയതെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് ഞാനും താങ്കളും ഒക്കെ, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളുടെ സ്കിൽ ലെവൽ കുറച്ച് കൂട്ടാൻ, നമ്മളുടെ IQ കുറച്ച് കൂട്ടാൻ ചില മെഡിറ്റേഷൻ ടെക്നിക്സിനെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ ഫോക്കസ് കൂട്ടാനുള്ള ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് ഉണ്ട്. ഇത് ഈ കുട്ടിക്ക് പഠിക്കാൻ സാധിച്ചു, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് വളരെയധികം ഗുണം ചെയ്യും. 4ാമത് അഫർമേഷൻ. നെഞ്ഞിൽ കൈവച്ചൊരു കുട്ടി പറയാണ്, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നു, എൻ്റെ അച്ഛനും അമ്മയും എന്നെയും സ്നേഹിക്കുന്നു. ഇങ്ങനെ പറയുന്നൊരു കുട്ടി അവൻ്റെ ഉപബോധ മനസ്സിൽ ഈ പറയുന്ന അഫർമേഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എനിക്ക് മിടുക്കനാകാൻ സാധിക്കുമെന്നുള്ളൊരു കമാൻഡ് നമ്മളോട് തന്നെ പറയുമ്പോൾ ഭാവിയിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ സാധിക്കും. 5ാമതായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. കുട്ടികളായിട്ട് നേരിട്ട് സംവദിക്കും. മാസത്തിൽ 1 തവണയാണ്, 1 മണിക്കൂർ സമയത്തിൽ ഈ കുട്ടികളായിട്ട് ടേണിംഗ് പോയിന്റിലൂടെ പ്രോഗ്രാമിലൂടെ ഇവർ സംവദിക്കും. ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അവരുടെ വിജയത്തിൻ്റെ കാരണവും പരാജയത്തിൻ്റെ കാരണവും ഒക്കെ കുഞ്ഞിനെ അറിയാൻ സാധിക്കും. അത് മ്യൂസിക് മേഖലയിൽ നിന്നുള്ള ആളുകൾ, സിനിമയിൽ മേഖലയിൽ നിന്നുള്ള ആളുകൾ, രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആളുകൾ, ബിസിനസ്സിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ പലവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെ 12 സെഷൻസ് ഒരു കുഞ്ഞിന് ഒരു വർഷത്തിൽ കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഞങ്ങൾ 8 വിഷയങ്ങളിൽ നിന്നുള്ള 130ഓളം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ 108 വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, കോഡിംഗ്, ആസ്ട്രോണമി, മെക്കാനിക്കൽ, കെമിസ്ട്രി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 8 വിഷയങ്ങളിൽ നിന്നുള്ള 130ഓളം ക്ലാസ്സുകൾ. ഇത് പഠിക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കണ്ട് ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന പോലെ കണ്ട് അതിനുശേഷം ഒരു ആക്ടിവിറ്റി ഉണ്ട്. അവരുടെ മനസ്സിലേക്ക് പല സംഭവങ്ങളും അവരെ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയുള്ള കുട്ടികൾക്കൊക്കെ തലയിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാം 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലുള്ള കുട്ടി ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എൻ്റെ മേഖല ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ മേഖല ഇതല്ല. നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്, ബിടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ സിനിമാ മേഖലയിലേക്ക് പോകുന്നു. അത് മുഴുവയ്ക്കാതെ തന്നെ സിനിമാ മേഖലയിലേക്ക് പോകുന്നു. അതായത് ഒരു പേരൻറ്റിൻ്റെ 4, 5, 6 ലക്ഷം രൂപയാണ് അവിടെ സ്പെൻഡായി പോകുന്നത്. അപ്പം ഞങ്ങൾ പേരൻറ്റിനോട് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ കോഴ്സിലേക്ക് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്, കുട്ടികളുടെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, തിരിച്ചറിവിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ നിങ്ങൾ പേരൻ്റായിട്ടുള്ള നിങ്ങൾ തന്നെ പഠിച്ച വിഷയത്തിലായിരിക്കില്ലല്ലോ നിങ്ങൾ ജോലി ചെയ്യുന്നത്. ആർ യു സാറ്റിസ്ഫൈഡ്? ഒരു പക്ഷേ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു പക്ഷേ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? ഇനി വരുന്നത് ഇങ്ങനെയാണ് ആക്ച്വലി പ്രോഗ്രാം എന്ന്. ഈ 12 മാസത്തെ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് കോമ്പറ്റീഷൻസ് ആണ്. ഈ കോമ്പറ്റീഷൻസിൽ, അതായത് ഈ ഒരു കുഞ്ഞിൻ്റെ 12 മാസത്തെ പ്രോഗ്രാമിൽ ഈ കുഞ്ഞ് തന്നെ പെർഫോം ചെയ്യുന്ന 100-ലധികം വീഡിയോസ് അവരുടെ തന്നെ യൂട്യൂബ് ചാനലിലും അവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻസ് ആണ്. ഈ അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കുട്ടി വിജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നെഗറ്റീവ് സബ്സ്റ്റൻസിലേക്ക്, നെഗറ്റീവ് മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ അപ്രീസിയേഷനിലൂടെയാണ് ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്.
ഇതാണൊരു 12 മാസത്തെ ഒരു പ്ലാനിങ്. അതെ, ഇതാണ് 12 മാസത്തെ പ്രോഗ്രാമിന്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പൊ ഇതില് ഇപ്പൊ കേരളത്തില് മറ്റ് ഏതൊക്കെ ജില്ലകളിൽ, എല്ലാ ജില്ലകളും ഇപ്പൊ കേരളത്തിൽ പുറത്തോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതില് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. മലയാളം മീഡിയം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇത് ഉപയോഗപ്പെടാം. കാരണം ടെക്നിക്കൽ ടൈംസ് ഒന്നും മാറുന്നില്ലല്ലോ വരുന്നത്. ക്ലാസ് എല്ലാം മലയാളത്തിലാണ്, ക്ലാസ്സുകളെല്ലാം മലയാളത്തിലാണ്. മാതൃഭാഷയിൽ പഠിക്കുന്നവർ ഞങ്ങൾ അടുത്ത വർഷത്തോട് കൂടിയിട്ട്, അടുത്ത സാമ്പത്തിക വർഷത്തോട് കൂടിയിട്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കന്നഡയിലും തമിഴിലും തെലുങ്കിലും തന്നെയായിരിക്കും ക്ലാസ്സുകളുണ്ട്. അധികം വൈകാതെ തന്നെ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ, പ്യുവറായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം എന്തെന്നാൽ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് എന്ന് പേര് കൊടുക്കാൻ കാരണം എന്തെന്നാൽ ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും ലൈക്ക് അറബ് നാടുകളിലെയും ചൈനയിലെയും ജപ്പാനിലെയും കുട്ടികൾ, ഇന്ത്യയിലെയും കുട്ടികൾ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുള്ള ശ്രമമാണ് അടുത്ത 2028-29 വർഷത്തിലാവുമ്പോഴേക്കും അത് പരിപൂർണമായി സാധിക്കുന്നതാണ് ഞങ്ങളുടെ തോന്നൽ. ഇന്റർനാഷണൽ സ്കിൽ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കുട്ടികളുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനി വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജോ അതിൽ നമ്പർ ഉണ്ടായിരിക്കും, അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഒരു കുട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ആ കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള ജോയിനിങ് ഫോർമാലിറ്റീസ് കഴിഞ്ഞ്, ഇപ്പോൾ സാധാരണ ഒരു വർഷത്തേക്ക് 16,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് 12,000 രൂപ. അതായത് മാസം 1,000 രൂപ മാത്രമേ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ, മുതൽ മുടക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ഈ ജോയിനിങ് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളൊരു കുട്ടിക്ക് ഒരു കിറ്റ് അയച്ചു കൊടുക്കും. ആ കിറ്റിൽ അധികമൊന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ആ കിറ്റിൽ ഒരു ബാഡ്ജ് ഉണ്ടായിരിക്കും, ഒരു വെൽക്കം ലെറ്റർ ഉണ്ടായിരിക്കും, ഒരു ആക്ടിവിറ്റി കിറ്റും ഉണ്ടായിരിക്കും. ഇനീഷ്യലി ഞങ്ങളുടെ ദീദി, ഒരു ക്ലബിൻ്റെ ദീദി അല്ലെങ്കിൽ ചേച്ചി ഈ കുട്ടിയെയും പേരൻറ്റിനെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഈ കിറ്റ് ഫുൾഫിൽ ചെയ്ത് ഒരു വീഡിയോ എടുത്ത് അയക്കുകയാണ് വേണ്ടത്. അപ്പം ഞങ്ങളൊരു ഇൻസ്ട്രക്ഷനേ തരുന്നുള്ളൂ, കിറ്റ് ഫുൾഫിൽ ചെയ്ത് വീഡിയോ എടുത്ത് അയക്കാം. കിറ്റ് ഉണ്ടാക്കുന്നതാണോ അയക്കേണ്ടത്, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്യണതാണോ അയക്കേണ്ടത്, അതൊന്ന് കുട്ടിക്ക് വിടുന്നു, കുട്ടി തീരുമാനിച്ചോട്ടെ. അതിനുശേഷം ചില കുട്ടികൾ എന്ത് ചെയ്യും അല്ലേ, നമുക്കറിയാം ചില കുട്ടികൾ വളരെ സ്ട്രീറ്റ് സ്മാർട്ടായിരിക്കും. അവരൊന്നും പറയും യോ ഗൈസ് ഇതാ വരുന്നു ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് അയക്കാം. ചില കുട്ടികൾ മുഖം കാണിക്കുക, അത് ഇങ്ങനെ പിടിച്ചിട്ട് ആ കിറ്റ് ചെയ്യണ കാര്യം കൈ മാത്രമേ ചിലപ്പോൾ കാണണ്ടായിരിക്കുള്ളൂ. ചില കുട്ടികൾ അച്ഛനമ്മമാരുടെ സഹായം ചോദിക്കും, ചില കുട്ടികൾ ചെയ്ത് അയക്കുന്നില്ല. 4 തരം സ്വഭാവങ്ങൾ അവിടെ തന്നെ വന്നില്ലേ? ഇതല്ലേ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ യുണീക്കാണെന്ന്. മറ്റുള്ള വീട്ടിലത്തെ കുട്ടി എന്ത് ചെയ്യുന്നു, അങ്ങനെ ആ കുട്ടി വിജയിച്ചു അല്ലെങ്കിൽ ആ കുട്ടി വലുതായി നല്ല ജോലി നേടി, ആ കുട്ടി അവരുടെ കുടുംബം വലുതായി, അത് കണ്ടിട്ട് നിങ്ങളുടെ കുട്ടീനെ ആ മേഖലയിലേക്ക് പുഷ് ചെയ്യരുത്. ഓരോ കുഞ്ഞിനും ഓരോ കഴിവാണുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പേരൻ്റ് അല്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പല വീഡിയോസും കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മുകേഷ് 17 വയസ്സിൽ ലോക ചാമ്പ്യനായി മാറി. നിങ്ങളുടെ കുട്ടിക്കും ലോക ചാമ്പ്യനായി മാറാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. കാരണം വിശ്വസിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ കുട്ടിയുടെ പ്രത്യേകമായ കഴിവ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോ ഈ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബില് ചില ആളുകൾ ഒരുപക്ഷെ ഒരു സാധാരണ ഒരു പാരന്റ് ചിന്തിക്കുന്നതുണ്ടാവുക, ഈ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ വിക്കിപീഡിയ പോലുള്ള എല്ലാ നോളജും ഉള്ള ഒരു മൊബൈല് കുട്ടിക്ക് കൊടുത്താൽ അവന് ശരിക്ക് അവന് ടീച്ചേഴ്സ് ഉണ്ട്, അവന് അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന വിദ്യാലയത്തിൽ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഒരുപക്ഷെ ഈ നോളജുകൾ, അറിവുകൾ പല ഭാഗത്തുനിന്നും അവന് കിട്ടാനായിട്ട് ഈ മൊബൈൽ സഹായിക്കും. അപ്പൊ അതിനൊരു പ്രത്യേകമായ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു 1000 രൂപ മുടക്കിയത് കൊണ്ട് അവന് ഈ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അവന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു വിഷയത്തെ പറ്റിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ജെമിനിയിൽ പോയി നോക്കുകയാണെങ്കിൽ ChatGPT പോലെ. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമ്മുടെ ക്ലാസ്സിന് എങ്ങനെ ഇതിന്റെ ഈ സ്പെഷ്യാലിറ്റി സാറ് പറഞ്ഞു, പക്ഷെ സ്പെഷ്യാലിറ്റി നിന്നുകൊണ്ട് തന്നെ ഒരു സാധാരണ പാരന്റ് ചിന്തിക്കുമ്പോൾ ഈ അവന് വേണമെങ്കിൽ ഇതൊക്കെ കണ്ടെത്താനുള്ള ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്നുള്ള ചിന്തിച്ചുകൂടെ? വളരെ നല്ല ചോദ്യമാണ്. ഒരു കാര്യം സാർ മനസ്സിലാക്കേണ്ടത്, ഇൻഫർമേഷൻ ഈസ് ഫ്രീ ഇൻ ദ വേൾഡ്. അറിവ് സൗജന്യമാണ് ഈ കാലഘട്ടത്തിൽ, അല്ലേ? താങ്കൾ അങ്ങ് പറഞ്ഞ മാതിരി മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാ അറിവും എടുക്കാം. പക്ഷേ
താങ്കൾ ഏത് അറിവിലേക്ക് പോകണം, അങ്ങ് ഏത് അറിവിലേക്ക് പോകണം. ഇവിടെയാണ് ഒരു മെന്ററിന്റെ പ്രത്യേകത വരുന്നത്. ഈ കാലഘട്ടത്തിൽ മെന്റർ വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് അല്ലെ. ഈ ഒരു ഫോൺ വന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ പലതരം അറിവുകളുണ്ട്. ഇപ്പൊ റീൽസ് കാണുകയാണെങ്കിൽ 10 വർഷം ഇരുന്നാലും ഒരു വ്യക്തിക്ക് തീർക്കാൻ പറ്റാത്തത്രയും വലിയ റീൽസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഏത് മേഖലയിലേക്ക് ഒരു വ്യക്തി തിരിയണം, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള റീൽസ് കാണണം, അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ഇൻഫർമേഷൻ അറിയണം ആ വ്യക്തിക്ക്, ആ കുഞ്ഞിന്, ഇതിലാണ് പ്രാധാന്യം. ഒരു കുഞ്ഞ് മൊബൈലിന് അഡിക്റ്റ് ആവാനുള്ള റീസൺ എന്താണെന്നറിയോ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ. നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് മൊബൈലിൽ റീൽസ് കണ്ടിരിക്കാൻ വളരെ ഇഷ്ടമല്ലേ? ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. വീട്ടിൽ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പൈസ വേണം, 2 ലക്ഷം രൂപ വേണം. നിങ്ങൾ റീൽസ് കണ്ടിരിക്കുമോ? ഈ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടിപ്പോവോ? തീർച്ചയായിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ശ്രമിക്കുക. എന്താ കാരണം നിങ്ങൾക്കൊരു ഗോൾ അവിടെ ഉണ്ട്. ജീവിതത്തിൽ ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞും ഈ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. ഒരു മെന്ററാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ഓൺലൈൻ ഗുരുകുലമാണ് ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബ് എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ ഗുരുകുലമാണ്. ഒരു കുട്ടിയുടെ സെക്കൻഡ് പേരന്റ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യും. സെക്കൻഡ് പേരന്റ്, 2ാം രക്ഷിതാവ്. എന്തിനാണ് 2ാം രക്ഷിതാവ്? നേരത്തെ ഞാൻ അതിനെപ്പറ്റി സൂചിച്ചു. നിങ്ങളും ഞാനും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ എസ്റ്റീം നീഡ്സിന്റെ പിറകിലാണ് സുഹൃത്തെ. അപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ കേൾക്കാനും കുഞ്ഞിനെ മനസ്സിലാക്കാനും അവരുടെ ചിന്താഗതികൾ അറിയാനും വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് പേരന്റ് എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ ഉദാഹരണം പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിലുള്ള 2 കുട്ടികൾക്ക് ഒരേ തരത്തിലുള്ള 2 കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 2 വീട്ടിലുള്ള 2 കുട്ടികൾക്ക് ഒരേ തരത്തിലുള്ള കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു കുട്ടി ഒരു പക്ഷെ അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകും. 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ അതിന് വലിയ കേടുപാടൊന്നും പറ്റില്ല. അവൻ നന്നായിട്ട് അതിനെ കളിക്കും, അതിനെ ഓടിക്കും, ചിലപ്പോൾ കഥകൾ പറയും, കവിതകൾ പറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ. 2ാമത്തെ കുട്ടി 3ാമത്തെ ദിവസം ഇത് തുറന്നു നോക്കും. ഇതെന്താ കാരണം? ഇതിന്റെ കാരണം ഈ കുഞ്ഞിനൊരു കൗതുകം വരാണ്. ഇങ്ങനെ കീ കൊടുക്കുന്ന ഈ കളിപ്പാട്ടം എങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത്? അവന്റെ തലയിലുള്ള ലോജിക്കൽ മൈൻഡ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത് ആരും പറഞ്ഞു തരാത്തിടത്തോളം കാലം അതിനെ തുറന്നു നോക്കും. അപ്പൊ ആ സമയത്ത് അച്ഛനമ്മ എന്ത് പറയും? പണ്ടത്തെ അവസ്ഥയാണ്, ഇപ്പോഴത്തെ അല്ല ഞാൻ പറയുന്നത്. പണ്ടത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നത് 300 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഈ കളിപ്പാട്ടാണ്, നീ 2ാമത്തെ ദിവസം കേടാക്കി. മറ്റവനെ നോക്ക്, അവൻ കേടാക്കിയില്ല, ഇനി നിനക്ക് കളിപ്പാട്ടം ഞാൻ വാങ്ങിച്ചു തരില്ല എന്നുള്ള ഭീഷണി അവന്റെ മുകളിൽ അല്ലെങ്കിൽ അവളുടെ മുകളിൽ ഇമ്പോസ് ചെയ്യല്ലേ? ഇവിടെയല്ലേ ഫെയിലിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെയല്ലേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അവൻ ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ 1 അല്ല 10 അല്ല 20 കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താലും അവന്റെ കൗതുകം മാറില്ല. അവൻ ഒരുപക്ഷെ ടെക്നോളജി മേഖലയിലേക്ക് മാറേണ്ട, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ടെക്നോളജി മേഖലയിലേക്ക് മാറേണ്ട ഒരു കുഞ്ഞാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ തെറ്റ്. ഇങ്ങനെ ഓരോ കുട്ടികളെ നമ്മൾ കണ്ടെത്തണം. ഈ മെന്റർ ഉണ്ടെങ്കിലാണ് കണ്ടെത്താൻ പറ്റും. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവര് കണ്ടെത്തലാണ്, നമ്മൾ മാത്രമല്ല കണ്ടെത്തേണ്ടത്, അവരാണ് കണ്ടെത്തേണ്ടത് അല്ലേ. എനിക്ക് ഈ കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴല്ലേ. ഫോർ എക്സാമ്പിൾ, എൻ്റെ മേഖല ബിസിനസ്സാണ്, എൻ്റെ മേഖല ടീച്ചിങ് ആണ്, എൻ്റെ മേഖല മ്യൂസിക് ആണെന്ന് എനിക്ക് തിരിച്ചറിയുമ്പോഴേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ അത് എന്ത് വേണം? അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിൽ നിന്ന് പുതിയൊരു ഇൻവെൻഷൻ ഉടലെടുക്കണം. അതിനെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയണം, ഞാൻ പാട്ടുകാരനാണ്, ഞാൻ ഡാൻസറാണ്, ഞാൻ ഫുട്ബോൾ കളിക്കാരനാണ്, ഞാൻ ബിസിനസ്സുകാരനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വിജയം തുടങ്ങുന്നത്. ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളുമായിട്ടുള്ള ഈ മെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ദീദി എന്ന് പറയുന്ന ഒരു ചേച്ചി, വളരെ സ്നേഹത്തോടു കൂടി കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്ന ദീദി, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ അതിൽ വളർന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ ഒരു ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ക്ലബ്ബ് വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം സംസാരിച്ചതിന് പ്രശോഭ് സാറിന് നന്ദി പറയുന്നു. ഒരു അവസരം കിട്ടിയതിൽ ഇന്റർനാഷണൽ സ്കിൽസ് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നന്ദി പറയുന്നു.